ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിശ്വനാഥന്റെ ഫോട്ടോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് എളുപ്പമാണെന്നുള്ള കാര്യം സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് രേവതിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അന്ന് അവര് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ വെച്ചിട്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ക്യാമറയുണ്ട്, അതിനകത്ത് അയാളുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടാവും പറയാണ്. താൻ അമ്പലത്തിൽ പോയിട്ട് ആ വീഡിയോ ചോദിക്കാം, അവരെന്തായാലും തരുന്നൊക്കെ രേവതി പറയുന്നുണ്ട്. രേവതിയുടെ ഐഡിയ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ നന്നായിട്ട് സച്ചി പുകഴ്ത്തുന്നൊക്കെയുണ്ട്. ആ വീഡിയോ രേവതി അമ്പലത്തിൽ പോയി ചോദിച്ചിട്ട് മേടിച്ചു തരാം എന്ന് പറയാണേ. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് അത് വേണ്ട രേവതി എന്ന്. ശ്രുതി വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട്. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോൾ, ഇതുവരെ നിങ്ങൾ തേടിയതിനൊക്കെ താങ്ക്സ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ പണമാണല്ലോ നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ തേടി കണ്ടുപിടിച്ചോളാം എന്ന് ശ്രുതി പറയാണേ. ശ്രുതി ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് തേടി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ നിനക്കിത് പറയാൻ പാടില്ലായിരുന്നോ? ഇത്രയും നാള് അതിന്റെ പുറകെ നടന്ന ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ? ഞങ്ങളെല്ലാം തേടി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നൈസായിട്ട് പോയിട്ട് പണം മേടിക്കുന്നു. സച്ചി ദേഷ്യത്തിൽ ചോദിക്കുന്ന സമയത്ത് നീ എന്തിനാ സച്ചി ദേഷ്യപ്പെടുന്നത്? നിങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞിട്ടല്ലേ ഇതിന്റെ പുറകെ പോകുന്നത്? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ശ്രുതിയുടെ സംസാരം കേട്ട് രവി ചോദിക്കുന്നുണ്ട് അതിലിപ്പോ എന്താണ്, സച്ചി കാർ ഓടിക്കുന്ന ആളാണല്ലോ, അതും ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, അതുപോലെ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ലേ? അങ്കിൾ ഞങ്ങളാണല്ലോ പണം കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടത്. ഇപ്പോ സച്ചി കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ വീണ്ടും തരം താഴ്ത്തി സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ കൊണ്ട് കണ്ടുപിടിപ്പിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ, ഞാനാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ പറഞ്ഞു കാണിക്കും. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ മുഖം ഇങ്ങനെ തിരിഞ്ഞു പിടിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നിനും കൊള്ളൂല്ല, പറ്റിക്കപ്പെടും ചെയ്യും. ആരെങ്കിലും കണ്ടുപിടിച്ചു തന്നു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണല്ലോ ശ്രുതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ രവി. അപ്പോഴേക്കും ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവൻ അങ്ങനെ തന്നെ പറയും. ശ്രുതി പറഞ്ഞത് കറക്റ്റ് ആണ്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും അതിന്റെ പുറകെ ഇനി നാലയൊന്നും വേണ്ട, ശ്രുതിയും അവരെ കണ്ടുപിടിച്ചോളൂ എന്ന് പറയാണേ. ചന്ദ്രൻ കൂടി അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. അല്ലെങ്കിലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പുറകെ അന്വേഷിക്കാൻ വേണ്ടി പോയത്, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ പുറകെ നടക്കേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചോളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെ മുമ്പിലും നിൽക്കണം. അല്ലാതെ അന്ന് നീലിമ കൊടുത്ത പണം പൗഡർ എടുത്തിന് അച്ഛൻ തന്നതാന്ന് പറഞ്ഞിട്ട് കട ആരംഭിച്ചില്ലേ, അതുപോലെ കാണിക്കാൻ വേണ്ടി പാടില്ല. പുതിയ കഥയൊന്നും ഇറക്കാൻ വേണ്ടി പാടില്ല. ഇവർക്കൊക്കെ അച്ഛൻ നമ്മളെ പറ്റിക്കാനേ അറിയത്തുള്ളൂ, പുറത്തു പോയിട്ട് പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ അടുത്ത് പറയണം. അച്ഛൻ്റെ അടുത്ത് പറയാൻ മാത്രമല്ല അച്ഛന്റെ കയ്യിൽ കൊടുക്കണം. അത് അച്ഛൻ ഒന്ന് ഓർത്ത് വെച്ചോളാൻ വേണ്ടിട്ട് പറഞ്ഞേക്ക്. സുധി നീ സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ? കേട്ടു അച്ഛാ, ഇത്തവണ പറ്റിക്കാൻ നോക്കണ്ട, പണം എന്റെ കയ്യിൽ വരണോ എന്നുള്ള കാര്യം രവിയും കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. നിനക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, വാ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വിളിക്കുവാണേ. അവരെല്ലാരും അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് സച്ചി കണ്ടുപിടിച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, എന്തിനാ വെറുതെ നമ്മൾ അതിന്റെ പുറകെ പോകുന്നത്? നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വേറൊരാളെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്, ആരാണെന്നുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി കരിക്കിലേക്ക് സച്ചി വരുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി എന്തിനാണ് വിശ്വനാഥനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്? കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തന്നെ അയാളെ കണ്ടുപിടിച്ചിട്ട് കാശ് മേടിച്ചു കൊടുക്കില്ലായിരുന്നോ? പക്ഷെ ശ്രുതിയാണെങ്കിൽ നമ്മളടുത്ത് ഒന്നും ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്തോ പൗഡർ എടുത്തേക്ക് നമ്മള് തേടി പിടിക്കുന്നത് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതുമാത്രമല്ല സച്ചേട്ടാ, നമ്മൾ അങ്ങനെ തേടി കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന പറഞ്ഞത്. നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്? രേവതി അതൊന്നുമല്ല കാരണം. 30 ലക്ഷം പറ്റിക്കപ്പെട്ട ആളിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ലാഭമാണല്ലോ. ഇനിയിപ്പോ നമ്മള് അത് പറഞ്ഞു നടന്നു കഴിഞ്ഞാലും അവർക്ക് എന്താ നഷ്ടം വരാൻ വേണ്ടി പോകുന്നത്? അതുകൊണ്ടൊന്നുമല്ല പൗഡർ എടുത്ത് അങ്ങനെ പറഞ്ഞത്. അവള് വേറെന്തോ ഒരു പ്ലാനിലുള്ളത്. എന്ത് പ്ലാനാന്ന് ചോദിക്കുമ്പോൾ അത് ആർക്കാണ് അറിയുന്നത്? ഒരുപക്ഷെ ആ കാശ് മേടിച്ചിട്ട് വീട്ടിൽ പറയാതെ കയ്യിൽ വെക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും. നീലിമയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണവും അങ്ങനെയാണല്ലോ ചെയ്തത്. എന്തായാലും സച്ചേട്ടാ അവളെ ഇനി അങ്ങനെ ചെയ്യാനുള്ള വഴിയില്ല, കാരണം അമ്മയുടെ അടുത്ത് നിന്ന് അത്രയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും രേവതി നമുക്ക് അലച്ചിൽ കുറഞ്ഞല്ലോ, നമ്മുടെ ജോലി കളഞ്ഞിട്ട് അതിന്റെ പുറകെ ഒന്നും നടക്കണ്ടല്ലോ, നമുക്കത് ലാഭമാണ്. അവര് തന്നെ എന്തായാലും കണ്ടുപിടിച്ചോട്ടെ. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ അതിന്റെ പുറകെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ നമ്മൾ അതിന്റെ പുറകെ നടക്കണ്ട എന്ന്, അതുകൊണ്ട് ഞാൻ അതോടുകൂടി വിട്ടു. എന്തായാലും സച്ചേട്ടൻ അങ്ങനെ വിട്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സച്ചേട്ടൻ പുറത്ത് ഒരു മുരടനാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ കുറച്ച് സ്നേഹമുള്ള ആളാണ്. ഏട്ടനോടുള്ള സ്നേഹം ഇച്ചിരിയെങ്കിലും ഉണ്ടാവുമല്ലോ ഉള്ളില്. അതുകൊണ്ട് തന്നെ ആ പണം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കണമെന്നല്ലേ സച്ചേട്ടന്റെ മനസ്സിലും ഉണ്ടാവുക. അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് ഞാൻ വലിയ ത്യാഗിയാവാനൊന്നും പോകുന്നില്ല.
എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഒന്ന് പോയി നോക്കും. നിങ്ങൾ ചുമ്മാ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. അച്ഛൻ തന്നെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി അതിന്റെ പുറകെ പോവാനേ പോണ്ട. അച്ഛൻ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു ഡെക്കറേഷന്റെ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ ഓർഡർ, അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. സാധാരണ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അത് മാത്രമല്ല, ഹേമയ്ക്ക് കൊടുത്തതിൽ നിന്നും തനിക്ക് ഒരു പങ്ക് തന്നതുപോലെയാണല്ലോ അദ്ദേഹം പിരിച്ചിട്ട് ഓർഡർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭമൊന്നും നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല. നല്ലപോലെ ചെയ്തിട്ട് നല്ല പേരെടുക്കണം. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, നീ ആള് കൊള്ളാലോ, ബിസിനസ് യുക്തിയൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഒരു തൊഴിൽ ആരംഭിച്ച ഉടനെ തന്നെ നമ്മൾ അതിൽ ലാഭം നോക്കാൻ വേണ്ടി പാടില്ല. ആദ്യം നമ്മൾ പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പിന്നീട് ആ പേര് നമുക്ക് നല്ല സമ്പാദ്യം തരും. അത് തന്നെയാണ് സച്ചേട്ട ഞാനും ആലോചിച്ചത്. പിന്നെ രേവതി മറ്റൊരു കാര്യം കൂടി പറയാം, ആ പെണ്ണുങ്ങളെ നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരെ കുറിച്ചാന്ന് രേവതി ചോദിക്കുമ്പോ നേരത്തെ വന്നിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു നീ പുതിയതായിട്ട് മുളച്ചതാണ് എന്നും നിന്നെ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. ഹേമയെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? അതെ, അവരെ കുറിച്ച് തന്നെയാണ്. അവരെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയ സമയത്ത് അവർ ഡെക്കറേഷൻ ജോലി മാത്രമല്ല ചെയ്യുന്നത്, ചെറിയൊരു ദാത കൂടിയാണ്. അതേ സച്ചേട്ടാ, അത് ആ മണ്ഡപത്തിൽ ഞാൻ അന്ന് പോയിന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രേവതി ഞാനും പറഞ്ഞത് നീ കുറച്ച് ശ്രദ്ധിക്കണോ എന്ന്. അങ്ങനെ എനിക്ക് ഭയമൊന്നുമില്ല സച്ചേട്ടാ. ഇനിയിപ്പോ അവരങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കും ആളുണ്ടല്ലോ, അവരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒന്നുമില്ലാക്കിയതാക്കി തീർക്കും. എന്താ പറഞ്ഞത്, നിനക്ക് ആളുണ്ടെന്നോ? ഞാൻ അറിയാത്ത ആരാണ് രേവതി എന്നൊക്കെ ചോദിക്കുകയാണെ. നിങ്ങൾ എന്താ സച്ചേട്ടാ ഈ പറയുന്നത്? ഇല്ല രേവതി, ഞാൻ ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. നീ കണ്ണകിയല്ലേ, അപ്പൊ നിങ്ങളാരാ കോമളനോ? ഇനി ആരെങ്കിലും തേടി പോവാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. നിന്നെ തന്നെ നയിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്. ഇനിയിപ്പോ വേറൊരാളോ? നീ ആദ്യം നിന്റെ ആളെന്ന് പറഞ്ഞില്ലേ, അതാരാണെന്നുള്ള കാര്യം പറ. രേവതി പറഞ്ഞ ആ ആളാരാണെന്നുള്ള കാര്യം അറിയാതെ സച്ചി വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രേവതി കുറെ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവസാനമാണ് മനസ്സിലാവുന്നത് സച്ചിയെ തന്നെയാണ് രേവതി പറഞ്ഞത് എന്നുള്ള കാര്യം കേട്ടോ. ഓ, അപ്പൊ നീ എന്നെ കുറിച്ചാണല്ലേ പറഞ്ഞത്? പിന്നെ അല്ലാതെ സച്ചിയേട്ടൻ എന്റെ ആളല്ലാതെ പിന്നെ വേറെ ആരുടെ ആളാണ്? അതുപോലെ തന്നെ രേവതിയും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പാട്ടൊക്കെ പാടുന്നതിന്റെ ഇടയ്ക്കാണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഓ, ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാണോ ഈ സമയത്ത് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രാഗിക്കൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് 3 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് സച്ചിക്ക്. അതിന്റെ കോളായിരുന്നു. അതിനെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് വലിയൊരു ഓർഡറും കിട്ടി, അതുപോലെ തന്നെ സച്ചിയേട്ടന് 3 ദിവസത്തേക്ക് ട്രിപ്പും കിട്ടി. എല്ലാം നല്ല ലക്ഷണങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. പാട്ടൊക്കെ പാടിയിട്ട് വീണ്ടും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീരയ്ക്ക് പുതിയൊരു ക്രഷ് വന്നിട്ടുണ്ട്. അവളുടെ വണ്ടി വേറൊരാളുടെ വണ്ടിയിൽ പോയിട്ട് ഇടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വണ്ടിയെല്ലാം റെഡിയാക്കിയിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനെ കണ്ട ഉടനെ തന്നെ എന്താ വീട്ടിനുള്ളിൽ കയറിയിട്ട് വണ്ടി ഇടിക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട്. അതല്ല, നിങ്ങളുടെ വണ്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ റെഡിയാക്കി ഫുൾ ടാങ്ക് പെട്രോളും അതുപോലെ വാട്ടർ വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് താൻ ഇവിടെ കൊണ്ട് നിർത്തിയെന്നുള്ള കാര്യം പറയുകയാണ്. ഞാൻ പണം എടുത്തിട്ട് വരാ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അയ്യോ വേണ്ട, ഞാനല്ലേ വണ്ടി ഇടിച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെ ഫുൾ പേയ്മെന്റ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. വണ്ടി നന്നാക്കിയതിന്റെ പാതി കാശെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ മീര. പക്ഷെ പണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിഷമാവും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മീര അവന്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവനങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം മീര കയ്യിൽ ചാവിയൊക്കെ പിടിച്ചുകൊണ്ട് അവന്റെ സംസാരവും രീതിയും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രുതി വന്നതൊന്നും മീര അറിയുന്നില്ല. മീരയ്ക്ക് ഒരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടി ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ല, നീ എപ്പോഴാ വന്നതെന്നുള്ള കാര്യം മീര അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ വന്നതേ ഉള്ളൂ, നിനക്കെന്താണ് പറ്റിയത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ പേര് പറഞ്ഞു പോവാണ് കേട്ടോ. എന്താ ഒന്നുമില്ല, നീ എന്താ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്? വാ ഇരിക്ക്, എന്താ കാര്യം എന്ന് വെച്ചാ പറയുന്നത് മീര ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചിട്ടൊന്നും ശ്രുതിയുടെ അടുത്ത് പറയുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചോണ്ട് പോയില്ലേ, അവനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അവന്റെ ഫൂട്ടേജ് അന്ന് ഞങ്ങള് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നല്ലോ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവന്റെ ഫോട്ടോ വ്യക്തമായിട്ട് കിട്ടും. ഈ ഐഡിയ പറഞ്ഞു തന്നത് സച്ചിൻ രേവതി എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അവര് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതെന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? സച്ചിൻ രേവതിയും ഒരുപാട് ഇടങ്ങളിൽ പോകുന്നതല്ലേ, അവര് കുറെ പേർക്ക് ഇത് ഫോട്ടോ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ വേഗം കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ലേ? ഇപ്പൊ നീ എന്തിനാണ് അവരുടെ മേലിൽ നിന്റെ ദേഷ്യം കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത്? കാരണം നിന്റെ കാര്യങ്ങളല്ല ഇപ്പൊ നടക്കേണ്ടത്. ഇപ്പൊ സച്ചി ആ പണം കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ലൈഫ് ലോങ് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ശ്രുതി എന്താ കുഴപ്പം? നിനക്ക് നിന്റെ പണം കയ്യിൽ വരില്ലേ? അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അങ്കിളിന് കൊടുക്കാനുള്ള 50 ലക്ഷത്തിന് ഈ 30 ലക്ഷം രൂപ മൊത്തം അവൻ കൈക്കലാക്കും. ഞങ്ങൾക്കാണെങ്കിൽ സബ് ഡീലേഴ്സിനൊക്കെ പണം തിരികെ കൊടുക്കണ്ടേ?
അത് മാത്രമല്ല നമ്മള് ആ പണം കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആന്റീന്റെ അടുത്ത് എനിക്ക് നല്ല പേരും കിട്ടും. പിന്നെ നീ എങ്ങനെയാണ് അവിടെ പോയിട്ട് ഫുട്ടേജ് എടുക്കാൻ വേണ്ടി പോകുന്നത്? ഞാനല്ല, അതിനു വേണ്ടിയിട്ട് ഞാൻ ആന്റണിയാണ് പറഞ്ഞുവിടാൻ വേണ്ടി പോകുന്നത്. അവന് വെച്ചിട്ടാണോ നീ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ചോദിക്കുമ്പോൾ അവനാണ് ഇതിന് പറ്റിയ ആള്. അവിടെ ചെന്നിട്ട് ഫുട്ടേജ് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആന്റണി നോക്കിക്കോളും. റൗഡിക്ക് റൗഡി, അതാണല്ലോ കറക്റ്റ്. ക്രിമിനലിന് ക്രിമിനൽ, അതും കൂടി ചേർക്കടി. എന്തായാലും ശരി, ഇതും നല്ല ഐഡിയ തന്നെയാണ്. ഞാൻ വിചാരിച്ചു നീ എന്നെ അയക്കാനുള്ള പരിപാടിയാണെന്ന്. നിന്നെ അയക്കുന്നേക്കാൾ നല്ലത് ഞാൻ അവിടെ പോകുന്നതല്ലേ, കാരണം നീ എന്റെ ഫ്രണ്ടാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം ഒരിക്കലും സച്ചിൻ രേവതിയും അറിയാനും പാടില്ല. അതിനുശേഷം ശരത്തും അതുപോലെ സച്ചിയും രേവതിയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ആന്റണിയാണ് നീ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് എന്നുള്ള ഒരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ സംശയമൊന്നുമല്ല രേവതി, അവൻ തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാന്ന് സച്ചി. അന്നേ ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ ഇത് അവന്റെ പണിയാകുന്നു. അന്ന് അവൻ എന്നെ കളിയാക്കി സംസാരിച്ചിട്ട് പോയ കാര്യത്തെക്കുറിച്ച് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതല്ലേ. ഉറപ്പായിട്ടും അവൻ തന്നെയാണ് വീഡിയോ റിലീസ് ചെയ്തത്. പക്ഷെ ആ വീഡിയോ ഉണ്ടായിരുന്നത് എന്റെ ഫോണിനകത്തായിരുന്നല്ലോ. ആ ഫോൺ എങ്ങനെ അവന്റെ കയ്യിലേക്ക് എത്തി? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സച്ചേട്ടാ. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിനക്ക് ആന്റണിയുമായിട്ടുള്ള അറിയുന്ന ആരെങ്കിലും ഫ്രണ്ട്സായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ എന്നെ കാണുന്ന സമയത്ത് സംസാരിക്കാറുണ്ടെന്ന് ശരത്ത് പറയുകയാണെ. പക്ഷെ കേട്ട ഉടനെ തന്നെ അവനുമായിട്ട് ബന്ധമുള്ള ആരുമായിട്ട് സംസാരിക്കരുത്, അവന്റെ കൂട്ടുകെട്ടിന് വീണ്ടും പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ചേച്ചി, അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയല്ല, അവനെയും എന്നെയും അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് ബന്ധം. അതും നല്ലത് തന്നെയാണ്. നീ എന്തായാലും അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്, ആന്റണിയാണോ ഈ വീഡിയോ റിലീസ് ചെയ്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി പറയുന്നുണ്ട്. പക്ഷെ രേവതിയാണെങ്കിൽ അതൊന്നും വേണ്ട, വീണ്ടും അവരുമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും പ്രശ്നമാകും. നീ അവരുടെ പുറകെ ഒന്നും പോവാൻ വേണ്ട, അവരായിട്ട് സംസാരിക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ രേവതി പറയുന്നത്. വീണ്ടും അവരുടെ പക്ഷത്തേക്ക് പോകുന്നുമില്ല. അങ്ങനെയൊന്നും ചേച്ചി പേടിക്കേണ്ട എന്ന് പറയണേ. രേവതി, ഒരാൾ തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറുവശത്തേക്ക് പോവില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും അതിന്റെ ഒന്നും പുറകെ ഇനി പോവില്ല. അവന് എനിക്ക് വിശ്വാസമാണ്. എന്തായാലും ശരത്തെ നീ ഒന്ന് അന്വേഷിച്ച് നോക്കുന്നു പറയുകയാണെ. ശരിയെന്ന് സച്ചിയുടെ അടുത്ത് മറുപടിയും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീരയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ആന്റണിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. എന്തിനാണ് ആന്റണിയുടെ അടുത്ത് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞതെന്ന് മീര ചോദിക്കുന്നുണ്ട്. അവന്റെ ഓഫീസിൽ പോയി കണ്ടാ പോരെ? അതെന്തായാലും ശരിയാവില്ല. ഇനി ശ്രുതിക്ക് ഞാൻ ആന്റണിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചതൊക്കെ ശ്രുതി അറിഞ്ഞു. അതെങ്ങനെ ശ്രുതി അറിഞ്ഞത്? ആ സച്ചി കൊണ്ടുപോയിട്ട് ഒറ്റ കൊടുത്തതാണ്. അല്ല, സച്ചിക്ക് എങ്ങനെ അറിയുന്നത് നീ ആന്റണിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചെന്ന്? രേവതിയുടെ അനിയനുണ്ടല്ലോ, അവൻ ജോലി ചെയ്തത് ആന്റണിയുടെ കൂടെയായിരുന്നല്ലോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി. ഇനി എന്തായാലും ആന്റണിയുടെ ഓഫീസിന്റെ പരിസരത്തേക്ക് പോകുന്നത് ഒട്ടും എനിക്ക് സേഫ് അല്ല. ഓൾറെഡി പണത്തിന്റെ കാര്യത്തിൽ വീട്ടില് പിടിക്കപ്പെട്ടതാണ്. ഇനിയും അതുപോലെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആന്റണി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആന്റണി വന്ന ഉടനെ തന്നെ എന്താ ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണെ. ആ ഹെൽപ്പ് വേണം. അതിന് നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണോ ചോദിക്കുന്നത്? അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അന്ന് ശരത്തിന്റെ വീഡിയോ ലീക്ക് ചെയ്തില്ലേ നീ? അതിനെക്കുറിച്ച് സച്ചിൻ രേവതി അറിഞ്ഞു. സച്ചി അറിഞ്ഞത് കൊണ്ട് തന്നെ അവൻ ചുമ്മാതിരിക്കില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതായിരിക്കുന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവനെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാം എന്നാണ് ആന്റണിയുടെ മറുപടി. അതിരിക്കട്ടെ, ആ ദാസ് എവിടെയാണുള്ളത്? അവനെ മൊത്തത്തിൽ പാർസൽ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അന്ന് തന്നെ അവനെ ഞാൻ പാർസൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അവനെ കുറിച്ച് ഓർത്തിട്ട് എന്തായാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹെൽപ്പ് വേണമെന്നുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ 30 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആന്റണിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പണം കൊണ്ടുപോയി തൊലച്ച കാര്യത്തെ കുറിച്ച് കേട്ട ഉടനെ തന്നെ ആന്റണി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആരാണ് എന്താന്നുള്ള കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കില്ലായിരുന്നോ? ഇങ്ങനെ പണം നഷ്ടപ്പെടുമായിരുന്നോ? അവനെ കണ്ടുപിടിച്ചിട്ട് പണം മേടിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്റണി എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി തരണം. പണം എടുത്തുകൊണ്ട് അവൻ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അവന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോട്ടോ ഒന്നുമില്ല, പക്ഷേ ഫസ്റ്റ് അവന് ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തത് രേവതിയുടെ അമ്മ പൂക്കട വെച്ചിരിക്കുന്നില്ലേ, ആ അമ്പലത്തിൽ വെച്ചിട്ടാണ്. ആ അമ്പലത്തിലെ CCTV ഫുട്ടേജിനകത്ത് ഞങ്ങൾ പണം കൊടുത്തിരിക്കുന്നത് റെക്കോർഡ് ആയിട്ടുണ്ടാകും. അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ ആ ഫുട്ടേജ് മേടിക്കണം. അതില് ആരാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. പിന്നീട് നിങ്ങൾ അവനെ കണ്ടുപിടിച്ചു തരണം. അത് കണ്ടുപിടിക്കുന്നതൊന്നും അത്ര വലിയ പണിയൊന്നുമല്ല. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പ്രതിഫലമായിട്ട് കിട്ടുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആന്റണി. നിങ്ങൾ ചോദിക്കുന്ന പണം താൻ തരുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. പൊതുവെ പുറമേയുള്ള ആൾക്കാർക്ക് 4% ആണ്. നിങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ 2% തന്നാൽ മതി. 30 ലക്ഷത്തിന് 60,000 രൂപയാണ് പ്രതിഫലമായിട്ട് നമ്മുടെ ആന്റണി ചോദിക്കുന്നത്. അത് ശ്രുതി തരാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ അമ്പലത്തിൽ പോയിട്ട് എങ്ങനെയെങ്കിലും വീഡിയോ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആന്റണി അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സച്ചിക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നല്ലോ, 3 ദിവസത്തെ ട്രിപ്പ്. അവരുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവർ മലേഷ്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മക്കളൊക്കെ സെറ്റിൽ ആയതുകൊണ്ട് തന്നെ അവര് ഈ സമയങ്ങളിൽ ലോകം മൊത്തം ചുറ്റിക്കറങ്ങണം എന്ന് ആഗ്രഹിച്ചും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോർത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്തതിന് ശേഷമാണ് അവർ കേരളത്തിൽ എത്തിയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ.
ഇത് കേട്ട സച്ചിയും പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിതാവസാനം വരെ കഷ്ടപ്പെടുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് കൂടി വേണ്ടിയിട്ട് ജീവിക്കും. അതിനുശേഷം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, മലേഷ്യ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണോ എന്നൊക്കെ. അല്ലല്ല, സാധാരണക്കാരും ജീവിക്കുന്നുണ്ട്, നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റും. എന്റെ അച്ഛനും സാധാരണക്കാരനായ ഒരാളായിരുന്നു. അച്ഛന്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത്രയും വലിയൊരു നിലയിലെത്തിയത്. അതുപോലെ തന്നെയാണ് ഞാനും പടിപടിയായിട്ട് മുന്നേറി വന്നതാണ്. ഏത് നാടാണെന്നുണ്ടെങ്കിലും നമ്മൾ നേർമയോട് കൂടിയിട്ട് അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റുമെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് തന്റെ അച്ഛനും പറയാറ്. ആ വിശ്വാസത്തിലാണ് താനും ഇങ്ങനെ അധ്വാനിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സച്ചിയും പറയുന്നുണ്ട്. അതിനുശേഷം അവരുടെ 60ാം പിറന്നാളാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ പോകണം, പൂജ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയുടെ അമ്മ പൂക്കട വെച്ചിരിക്കുന്ന ആ അമ്പലം തന്നെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ അമ്പലത്തെ കുറിച്ചിട്ടും അമ്പലത്തിന്റെ പുറത്താണ് എന്റെ ഭാര്യയുടെ അമ്മ പൂക്കട വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. അത് മാത്രമല്ല അവിടെ അടുത്തുള്ള അമ്പലങ്ങളെ കുറിച്ചിട്ടൊക്കെ സച്ചി കറക്റ്റ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. സച്ചിയുടെ ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ആ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം രേവതിയെ വിളിച്ചിട്ട് അവരെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ് കേട്ടോ ചെയ്യുന്ന സച്ചി. അതിനിടയ്ക്ക് ആന്റണി ഈ ഫൂട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലത്തിന് അവിടെ എത്തുന്നുണ്ട്. ആന്റണിയെ കണ്ട ഉടനെ തന്നെ ലക്ഷ്മിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇവൻ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ശരത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കോ വന്നത് എന്നുള്ള കാര്യം ടെൻഷനോട് കൂടിയിട്ട് ദേവ് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ മാനേജർ എവിടെയാന്നുള്ള കാര്യമാണ് നമ്മുടെ ആന്റണി വന്നിട്ട് അന്വേഷിക്കുന്നത്. ശരത്തിന്റെ അരികിലേക്കാണ് അവൻ വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ നോക്കി ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും ശരത്തിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിലാണ്. ഇനിയിപ്പോ രേവതിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശരത്ത് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതിനുള്ളിൽ കയറിയിട്ട് രേവതിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള ധൈര്യമൊന്നും അവനുണ്ടാവില്ല. അവൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വന്നത്. ഈ കോളേജിൽ പോകാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ് കേട്ടോ ശരത്തിനെ. ആന്റണി ആണെന്നുണ്ടെങ്കിൽ നേരെ ചെന്നിട്ട് അവിടുത്തെ മാനേജറാണ് കേട്ടോ കാണുന്നത്. മാനേജർ അടുത്ത് തന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ശ്രുതിയും അഡ്വാൻസ് കൊടുത്ത ആ ഡേറ്റ് പറഞ്ഞുകൊണ്ട് അന്നേ ദിവസം ഞങ്ങൾക്ക് അറിയുന്ന ആളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫൂട്ടേജ് വേണമെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ മാനേജർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഫൂട്ടേജ് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്. സാർ, ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്ന് ആന്റണി പറയുമ്പോൾ അതൊക്കെ മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ആരെങ്കിലൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ടേജ് തരാൻ വേണ്ടി പറ്റില്ല. പോലീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചാൽ തരാം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് കോർട്ട് ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ തരാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ആരാണ് എന്താണെന്നുള്ള കാര്യം ഒന്നും അറിയാതെ തരാൻ വേണ്ടി പറ്റില്ലെന്ന് അയാൾ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. സാറിന് ഞാൻ ആരാന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ പൂക്കട വെച്ചിരിക്കുന്നില്ലേ, അവരെ എനിക്ക് നന്നായിട്ട് അറിയാം. ശരത്ത് എന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അയാൾ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവര് വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കില്ല. രേവതിയും എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഫുട്ടേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിയമപരമായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ അവരടുത്തും പറഞ്ഞത്. സാർ, ഞങ്ങൾക്ക് ആ ഫുട്ടേജ് വേണമായിരുന്നു എന്ന് വീണ്ടും ആന്റണി പറയുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്, പോലീസ് വന്നു കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വേണം, അങ്ങനെയാണെങ്കിൽ തരാൻ വേണ്ടി പറ്റും. ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂജയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സച്ചി പറഞ്ഞത് പ്രകാരം ആന്റണി ആണെങ്കിൽ വന്ന കാര്യം നടക്കാണ്ട് പോയല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ശരത്തിന്റെ ഒരു നോട്ടൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ രേവതി പൂജയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരുമ്പോഴേക്കും മാനേജർ ആണെന്നുണ്ടെങ്കിൽ ആന്റണി വന്നിട്ട് ഈ ഫൂട്ടേജ് ചോദിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രുതി പറഞ്ഞിട്ടായിരിക്കും ആന്റണി ഇവിടെ വന്നിട്ട് ഫൂട്ടേജ് ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്